വേടന മാത്രമല്ല, സംഘപരിവാറിന്റെ വിദഗ്ധമായിട്ടുള്ള ഒരു ദളിത് വേട്ടകാരനെ ഈ അടുത്ത ദിവസമാണ് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം ഇ ഡി സമർപ്പിച്ചത്. എല്ലാവരും കണ്ടതാണല്ലോ. ആ കേസുമായി ബന്ധപ്പെട്ട് ഒരു നിരപരാധിയായിട്ടുള്ള വ്യക്തി കെ രാധാകൃഷ്ണനെ പ്രതിപട്ടികയിൽ ചേർത്തത് നിങ്ങൾ കണ്ടോ? കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് കോടികളുടെ തട്ടിപ്പ് നടത്തി ആ തട്ടിപ്പ് നടത്തിയവരുടെ പട്ടികയിൽ കെ രാധാകൃഷ്ണനെ ഉൾപ്പെടുത്തിയത് എന്തുകൊണ്ടായിരിക്കും? അദ്ദേഹം ഈ ചുരുങ്ങിയ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ എന്തെങ്കിലും സമ്പാദിച്ചു കൂട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ലെങ്കിൽ അതിസമ്പന്നനായതിന്റെ അടിസ്ഥാനത്തിലാണോ? ഒന്നുമല്ലല്ലോ. വിവാഹം പോലും കഴിച്ചിട്ടില്ല. ഒരു അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ അടുത്ത ദിവസം അവർ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ജീവിതം മൊത്തത്തിൽ അനാഥനായ ഒരു വ്യക്തി, ഒരു കൃഷിക്കാരനായിട്ടും സാധാരണക്കാരനായിട്ടും ജീവിക്കുന്ന വ്യക്തിയെ എന്തിനായിരിക്കും സംഘപരിവാർകാർ ഈ കേസിൽ ഉൾപ്പെടുത്തിയെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, ദളിതനായതുകൊണ്ടാണ്. 8-ാം തീയതിക്ക് മുൻപ് തന്നെ അവരാവശ്യപ്പെട്ട എല്ലാ ഡോക്യുമെൻസും മാർച്ച് 17 തന്നെ കൊടുത്തിരുന്നു. അതായത് എൻ്റെ അക്കൗണ്ട്, അതുപോലെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ്, അതുപോലെ ആധാർ കാർഡ്, അതുപോലെ പാസ്പോർട്ട്, അതുപോലെ പിന്നെ എന്തോ ഒരു കാർഡും കൂടി ഉണ്ടല്ലോ,